തന്റെ മകൻ ജഹാംഗീർ ഉൾപ്പെടെയുള്ള സൈന്യാധിപന്മാരും കൊട്ടാരവാസികളും അദ്ദേഹത്തിനെതിരെ കലാപം നടത്തിയതും അക്ബറിന്റെ കുലീന സ്വഭാവത്തിന് തെളിവുകളായിരുന്നു. അദ്ദേഹത്തിന്റെ സമാധാനപരമായ ജീവിതത്തിൽ ഇവിടെയല്ലെങ്കിൽ മറ്റൊരിടത്ത് അനന്തമായ യുദ്ധങ്ങളും അവസാനിക്കാത്ത കലാപങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർ ശ്രീവാസ്തവയുടെ 381 താളിൽ ഈ വിശാലമായ സാമ്രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും കലാപത്തിൽ നിന്നും പൂർണ്ണമായ പ്രതിരോധം അനുഭവിച്ചിട്ടില്ല. ഭരണത്തിലെ അലംഭാവം, ജാഗ്രതക്കുറവ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം സംഭവിച്ചത് എന്നിവ മുതലെടുത്ത് ചില മേധാവികളോ മറ്റോ കലാപത്തിനായി തലപൊക്കി. ആഭ്യന്തര അസ്വസ്ഥതകളുടെ കാര്യങ്ങൾ വിവരിക്കുന്നത് പോലും മടുപ്പിക്കുന്ന കാര്യമാണ്. ഒരു അപകടത്തിന്റെ അവസരത്തിൽ രാജ്യത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ കലാപങ്ങളും കലാപങ്ങൾക്ക് കാരണമായ അക്ബറിന്റെ അപകടകരമായ പരിക്കിന്റെ ഗൗരവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും കിംവദന്തികൾ പരന്നു. പ്രബുദ്ധരായ ആളുകൾ പല സമുച്ചയങ്ങളും കൊള്ളയടിച്ചു. അക്ബർ ഉദാര മനസ്കനായിരുന്നെങ്കിൽ ഭരണം, നീതിയും ദയയും സമാധാനവും സംതൃപ്തിയും ജീവിതകാലത്ത് നിലനിൽക്കേണ്ടതായിരുന്നുവെങ്കിൽ മരണാനന്തരം